അമ്മ അതിന്റെ ലോജിക്ക് അങ്ങനെയല്ല. ഞാൻ ഈ ചെന്നൈയുടെ മഴയത്ത് വെയിലത്തും കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വല്ലപ്പോഴും ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൊഞ്ചിക്കലും ലാലണിയും സ്നേഹമൊക്കെ എനിക്ക് തന്നൂടെ? അതൊക്കെ അത് തന്നെ. പക്ഷെ മാർക്ക് വന്നിട്ടൂടെ ബാക്കി തീരുമാനിക്കാം. അയ്യോ, മാർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നേ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരാനുണ്ട്. വല്ലതും കിട്ടുവോ? വേണ്ട കേട്ടോ, ആ ടോൺ വേണ്ട, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇവിടെ എല്ലാരുവേ ഓരോ ദിവസം കഴിയുന്തോറും താപ്പോട്ടാ വരുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. ചോനർത്തല ഭവാനമ്മയുടെ കൊച്ചുമോള് ശിവാനി ഭാരതത്തിന്റെ അങ്ങനെ പോകുന്ന തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. എന്നാലും അമ്മൂമ്മ നിലയ്ക്കൊന്നും പറയാലോ. അത് പറഞ്ഞു. ഓക്കെ ശിവ, പോലാമാ? പോലാം. എവിടെ പോന്നു? ഞങ്ങളെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. എന്തിന്? അല്ല, പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വരുവാണല്ലോ, ദൈവഭക്തി നല്ലതല്ലേ? ചുമ്മാതല്ല. പഠിക്കാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? പാസ്സായി പോവോ? എന്റെ പേര് ലച്ചു എന്നല്ല, ശിവാന. പഠിച്ചിട്ട് തന്നെയാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകുന്നത്. ലച്ചു, നിനക്ക് ചായ വേണ്ടേ? പിന്നെ ചായ വേണ്ടേ? എന്നാ പിന്നെ കുടിക്കേ. താങ്ക് യു. മധുരം ഇട്ടോ ഇതിനകത്ത്? പിന്നെ മധുരം ഇടാതെ? എനിക്ക് മധുരം ഇട്ട ചായ വേണ്ടായിരുന്നു. നീ മധുരം ഇട്ട് കുടിക്കുമല്ലോ. അതെ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഷുഗർ കട്ടാ. ഉനക്ക് ഷുഗർ ഇരിക്കാ? അയ്യോ, ഷുഗറും പ്രഷറും ഒന്നും അല്ല. ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പഞ്ചസാര കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. ഓ ഓ ഓ, ആരോഗ്യം ശ്രദ്ധിക്കാൻ. ചേച്ചി ഉള്ളത് പറയാലോ, എന്റെ ഉപദേശം ചേച്ചി കേട്ടത് നന്നായി. ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇച്ചിരി പേടിയുള്ള നല്ലത്. അയ്യേ, ആരുടെ ഉപദേശം? എന്ത് പേടി? നിന്റെ ഉപദേശം കേട്ടിട്ടൊന്നുമല്ല. എന്റെ അമ്മ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കുറച്ച് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ 2-3 പേരും കൂടെ എടുത്തൊരു തീരുമാനമാണ് ഷുഗർ കട്ടിന്റെ കാര്യം. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇപ്പൊ സുഖിച്ച പിന്നെ ദുഃഖിക്കണ്ട. അല്ല, എന്ത് പറ്റി? എന്റെ ലച്ചുവിന് എന്താ പറ്റിയേ? ലക്ഷ്യമൊക്കൊന്നും പറ്റിയൊന്നുമില്ല. ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ മധുരം കുടിക്കുന്ന പരിപാടി ഇച്ചിരി ഒഴിവാക്കി, അത്രേ ഉള്ളൂ. അത് ரொம்ப നല്ല ഡിസിഷൻ. അത് തന്നെ. അയ്യോ, വേണ്ട മധുരം. അത് അത്ര നല്ല ഡിസിഷൻ ഒന്നും അല്ല. എല്ലാവർക്കും പഞ്ചസാര കട്ട് ചെയ്യുന്ന അത്ര നല്ലതൊന്നും അല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ലതാ, ട്രൈ ചെയ്തു. പ്രായമൊക്കെ കൂടി വരുമല്ലേ. ചേച്ചി പോവാ. അത് ശരി, അപ്പൊ എല്ലാരും കൂടെയാണ് അമ്പലത്തിൽ പോണേ? അതെ, പോയിട്ട് വരട്ടെ. 90 വസന്തം 2K ഇട്ട് പോ. നടക്ക്. ലച്ചുമോളെ, അമ്മൂമ്മയോട് സത്യം പറ. മോക്ക് എന്തെങ്കിലും മാരക രോഗമുണ്ടോ? ഉണ്ട്. എന്ത്? എന്റെ അമ്മൂമ്മ എത്ര നേരം പറഞ്ഞു, അമ്മൂമ്മക്ക് മനസ്സിലായില്ലേ? ഇല്ല. എന്റെ അമ്മൂമ്മ, നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ? വേണമെങ്കിൽ അമ്മൂമ്മയും ഷുഗർ കട്ട് ചെയ്തോ, കുറച്ച് നാളും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ. അതിന് എനിക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് കുടിക്കരുതെന്ന് പറയണത്. ഈ പ്രായത്തിൽ വന്നിട്ടില്ല, പിന്നെ ഇനി വരാൻ പോകുന്നത്. എന്നാ പിന്നെ അമ്മൂമ്മയുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ, ചായ ഉണ്ടോ? വിത്തൗട്ട് ചായ വേണം? വേണമെങ്കിൽ ഇട്ട് കുടിക്ക്. ഇട്ട് കുടിക്കാനാ? പിന്നെന്തോ, ഇനി ഞാൻ ഇട്ട് തരണോ നിനക്ക്? എനിക്ക് വയ്യ. മക്കള് തന്നെ അങ്ങോട്ട് ഇട്ട് കുടിക്ക്. ഇത് ഞാൻ കുടിച്ചോളാം. 3 പ്രാവശ്യം ചായ അമ്മൂമ്മ കുടിക്കുവോ? അത് അവര് വരുമ്പോ ചൂടാക്കി കൊടുക്കും. ബെസ്റ്റ്. ഈ മേലുവേദനയാന്നേ സഹിക്കാൻ പറ്റാത്ത. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാലുവേദന ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കയ്യിലേക്ക് മാറും, പിന്നെ കൈവേദനയോ. എടി, അതിന് സ്കാൻ ചെയ്യണ എന്തിന്? നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കണ പോയേ. അങ്ങനെ വലിയ വേദന ഒന്നുമില്ല, ഒരാഴ്ചയില് 2 ദിവസം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്നെ പേടിപ്പിക്കാണ്ട് വെച്ചിട്ട് പോവാൻ. പോ. പിന്നെ അങ്ങനെ വിളി. ചേടാ, സമാധാനം കിട്ടാൻ വേണ്ടി കൂട്ടുകാരിനെ വിളിച്ചപ്പോഴത്തേക്ക് പേടിപ്പിച്ചു വിടണം. വർക്കിംഗ് കണ്ടീഷനൊക്കെ പോയാ പ്രായമായിരുന്നു.